5 വർഷം കാലാവധി പൂർത്തീകരിച്ച കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു? ഇ.കെ. നയനാർ. അച്ചുവിലുണ്ട് എല്ലാ കാര്യങ്ങളും. പൊക്കളയിൽ ഇവരുടെ അടുത്തൂടെയൊക്കെ ഒന്ന് ചോദിച്ചോട്ടെ. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് പാണന്റെ മുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീ വിനായക ഏജൻസീസ് ആണ്. അവർ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന മനോഹരമായ സമ്മാനവുമായി ഞങ്ങൾ പണയൽക്കടവിലാണ് എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം വർഷങ്ങളായി തകർന്നു കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മോട് ഇപ്പം ഉള്ളത് ഈ റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ ചൂണ്ടയിട്ട് പ്രതിഷേധിച്ച 1 വർഷമായെന്ന് തോന്നുന്നു അല്ലേ? ഒരു വർഷമായി. അപ്പോൾ അന്ന് ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു. അന്ന് ടെൻഡർ എടുക്കാൻ പോലും ആളില്ലാത്ത സാഹചര്യമായിരുന്നു. ആ സമയത്താണ് ചൂണ്ടയിട്ട് ഒരു പ്രതിഷേധം ഒക്കെ നടത്തിയത്. അത് ഒരുപാട് ആൾക്കാർ കാണുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ 2ാം ഘട്ടം നിർമ്മാണ പ്രവർത്തികൾ ഈ ഒരു ജനകീയ മുന്നേറ്റത്തോടു കൂടി ആരംഭിച്ചിരിക്കുകയാണ്. പ്രതിഷേധങ്ങൾ മുന്നിലെത്തിയപ്പോൾ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾ ഉണർന്ന് പണി തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും നല്ല കാര്യം. അത് എത്രയും പെട്ടെന്ന് തന്നെ തീർക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ കൈവശം പാണന്റെ മുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. നമ്മുടെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസ്, സിമൻറ്റ്, അതുപോലെ തന്നെ പാറപ്പൊടി, അതുപോലെ ഇഷ്ടിക, ഇതെല്ലാം മിതമായ വിലയിൽ ലഭിക്കുന്നു. പിന്നെ വിവിധ കമ്പനികളുടെ പെയിൻറ്റുകളും മിതമായ വിലയിൽ ലഭിക്കുന്നു. അവർക്ക് പറയാൻ പറ്റാത്തക്ക സ്റ്റോക്കാണ്. വിവിധ അംഗീകൃത ഏജൻസിയാണ് ശ്രീ വിനായക. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: 5 വർഷം കാലാവധി പൂർത്തീകരിച്ച കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു? ഉറപ്പാണേ? ഉറപ്പ് തന്നെ. അപ്പൊ എന്തായാലും പൊക്കളയിൽ ഇവരുടെ അടുത്തൂടെയൊക്കെ ഒന്ന് ചോദിച്ചോട്ടെ. ജലീലാക്ക, 5 വർഷം കാലാവധി പൂർത്തീകരിച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി അണ്ണനറിയാവണോ? 5 വർഷം കാലാവധി പൂർത്തീകരിച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ.കെ. നയനാർ. അപ്പൊ എല്ലാവരെന്തെങ്കിലും തെറ്റുത്തരം പറയാൻ നോക്കട്ടെ. കാക്കറിയാമോ? ഇ.കെ. നയനാർ അല്ല. 5 വർഷം കാലാവധി പൂർത്തീകരിച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അപ്പൊ ഉമ്മൻചാണ്ടിയുമല്ല, ഇ.കെ. നയനാരുമല്ല, കെ. കരുണാകരനുമല്ല, മറ്റൊരു മുഖ്യമന്ത്രിയാണ്. ഇവിടെ മറ്റാരെങ്കിലും പറയുമെന്ന് നോക്കാം. ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക. ചോദ്യം ഇതാണ്. വളരെ കടുപ്പമുള്ള ചോദ്യമൊന്നുമില്ല, നമ്മളെ കേരളവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. 5 വർഷം കാലാവധി പൂർത്തീകരിച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര്? 5 വർഷം കാലാവധി അതവിടെ നിൽക്കട്ടെ. ചേച്ചിക്ക് ആരെങ്കിലും പറയാനുണ്ടോ നോക്കട്ടെ. ഉമ്മൻചാണ്ടി നഹി ആണ്. 5 വർഷം കാലാവധി പൂർത്തീകരിച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. 5 വർഷം കാലാവധി പൂർത്തീകരിച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഏത് പഞ്ചായത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നു? ഉമ്മൻചാണ്ടിയാ? അറിയാം? വനിതാ മുഖ്യമന്ത്രി നമുക്ക് ഉണ്ടായിട്ടേ ഇല്ല. ആര്? EMS അല്ല. 5 വർഷ കാലാവധി പൂർത്തീകരിച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി നയനാരും അല്ല. അല്ല. ആര്? കരുണാകരനും അല്ല. EMS അല്ല. അച്യുതാനന്ദനല്ല. അച്ചുവിലുണ്ട് എല്ലാ കാര്യങ്ങളും. അല്ല. ആര്? ആരാണ് പറഞ്ഞ?
ഉറപ്പാണോ? നേരത്തെ KR നാരായണനെയൊക്കെ പറയുന്ന കണ്ടല്ലോ, എന്ത് പറ്റി? അച്യുത മേനോൻ ശരിയായിട്ടുള്ള ഉത്തരവാണ്. ആദ്യം KR നാരായണനെ പറഞ്ഞു, ഉമ്മൻചാണ്ടി പറഞ്ഞു. അപ്പൊ മുഖ്യമന്ത്രിമാരുടെ ലിസ്റ്റ് എടുത്തപ്പോൾ അച്ചു ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിൽ കയറി പിടിച്ചല്ലേ. അച്യുത മേനോനാണ് 1970 മുതൽ 77 കാലഘട്ടം വരെ 5 വർഷ കാലാവധി പൂർത്തീകരിച്ച് 7 വർഷത്തിലേക്ക് എത്തിയിരുന്നു. ബാക്കിയുള്ള മുഖ്യമന്ത്രിയായിരുന്ന പട്ടംതാണുമുള്ള EMS, അതുപോലെ തന്നെ R ശങ്കർ, ഇവരെല്ലാം തന്നെ കുറഞ്ഞ കാലാവധിയായിരുന്നു. അപ്പോൾ ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനം കൈമാറുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഇന്ന് ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ടല്ലേ? അന്ന് എന്തരായിരുന്നു ചോദ്യം ചോദിച്ചത്? ഓർമ്മയില്ല. എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ എന്നാ ശ്രീ വിനായക ഏജൻസീസ്. എല്ലാവരും ഒരു കൈയടിച്ചോ. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ നൗഫലിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.